വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിൽ മൂന്നാം ദിവസവും പ്രതിസന്ധി തുടരുകയാണ്. ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾക്കൊപ്പം ശമ്പള വിതരണവും ഭാഗികമായേ നടക്കുന്നുള്ളൂ. അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ല. ശമ്പള വിതരണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഡ്യൂട്ടി ബഹിഷ്കരിക്കുമെന്നുള്ള കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജീഷ് നരിക്കുനിയുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രജീഷ്, ഇന്ന് 6-ാം തീയതിയായി മാസത്തിന്റെ 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും സർക്കാർ ജീവനക്കാർക്ക് മുഴുവനായി ശമ്പളം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയല്ലേ? എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളൊക്കെ നിലനിൽക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് മുഴുവനായി ശമ്പളം ലഭിക്കാത്തൊരു സാഹചര്യം, അതോടൊപ്പം തന്നെ ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം, ആ നിയന്ത്രണം ഇന്നും തുടരുകയാണ്. ഭാഗികമായി മാത്രമേ ജീവനക്കാർക്ക് പണം പിൻവലിക്കാൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ. അതോടൊപ്പം തന്നെയാണ് പല ജീവനക്കാർക്ക് ഇപ്പോഴും ശമ്പളം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാര സമരം ഒക്കെ ഇരുന്നിരുന്നു. ഇന്നലെയാണ് നിരാഹാര സമരം ഒക്കെ അവർ അവസാനിപ്പിച്ചത്. കുറഞ്ഞ തൊഴിലാളികൾക്ക് ഈ ഒരു ശമ്പളം ലഭിച്ച സാഹചര്യത്തിലായിരുന്നു ആ ഒരു കുറയ്ക്കാൻ അല്ലെങ്കിൽ ഈ സമരത്തിൽ പിന്മാറാൻ അവർ തയ്യാറായത്. പക്ഷേ ഇപ്പോഴും ആ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒന്നും ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല. അവർ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. ഇങ്ങനെ ശമ്പളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പണിമുടക്കിലേക്കും അല്ലെങ്കിൽ ഡ്യൂട്ടി ബഹിഷ്കരണത്തിലേക്ക് അടക്കം പോകുമെന്നാണ് ഇപ്പോൾ നേഴ്സുമാരുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. അധ്യാപകരും അങ്ങനെ തന്നെയാണ്. കാരണം ശമ്പളം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ജോലി ബഹിഷ്കരണം അടക്കമുള്ള നടപടിയിലേക്ക് ഒരു പക്ഷേ അധ്യാപകരും പോകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇപ്പോൾ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് നിയമസഭയിലെ ജീവനക്കാർക്കും ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല. ഇതിൽ സ്പീക്കർ ഇടപെടണമെന്നാണ് നിയമസഭയിലെ ജീവനക്കാരുടെ സംഘടന സ്പീക്കറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയാണ് ഉള്ളതെന്ന കാര്യവും ഇവർ ഇന്ന് സ്പീക്കർക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതീക്ഷയോടെയാണ് ഇപ്പോഴും ജീവനക്കാർ കാത്തിരിക്കുന്നത്. ഉടൻ തന്നെ ഈ പ്രതിസന്ധി മാറി പണം പിൻവലിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരും അത്തരത്തിലൊരു പ്രതീക്ഷയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടും 26,000 കോടി രൂപ ഇടക്കാല ഉത്തരവിലൂടെ കടമെടുക്കാനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ ഒരു ഹർജിയിൽ ഇന്ന് സുപ്രീം കോടതി വിധി പറയും. വിധി നേരത്തെ തന്നെ ഈ ഹർജി പരിഗണിച്ച സമയത്ത് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് ധനമന്ത്രിയും കേരളത്തിലുള്ള 4-അംഗ സംഘവും കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ 13,000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകാമെന്ന് അറിയിച്ചെങ്കിലും അതിന് സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. പകരം 23,000 രൂപ എന്ന 26,000 കോടി രൂപ എന്ന ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നിൽ വെക്കുകയായിരുന്നു. അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ച പരാജയപ്പെട്ട് വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട നടപടിയിലേക്കായി മുന്നോട്ട് പോവുകയായിരുന്നു സംസ്ഥാന സർക്കാർ. ആ കേസിൽ ഇന്ന് വിധി പറയുകയാണ്. അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. എന്തായാലും ആ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ച് ഇന്ന് വിധി പറയും. ആ വിധിയിൽ എന്തായിരിക്കുമെന്നാണ് ഇനി കാത്തിരുന്നത്. എന്തായാലും ഇപ്പോഴും പ്രതീക്ഷയോടെയാണ് ഉള്ളത്. കാരണം പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം സംസ്ഥാനത്ത് മുറുകി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. 6-7 മാസമായി ഇപ്പോൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകിയിട്ട് ഈ തുക കടമെടുക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ കടമെടുക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം മാറ്റിയാൽ മാത്രമേ ഈ തുക നൽകാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുള്ളൂ. സംസ്ഥാന സർക്കാർ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണവും അതോടൊപ്പം തന്നെ കേരളത്തിന് ലഭിക്കാനുള്ള തുക കൃത്യമായി കേന്ദ്രം നൽകുന്നില്ല എന്ന കാര്യം തന്നെയാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ ഈ ശമ്പളവും അതോടൊപ്പം തന്നെ മറ്റ് പെൻഷനുകളും മുടങ്ങുന്നെന്ന ഒരു വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. എന്നാലും ഉടൻ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുമെങ്കിലും ഈ പണം കണ്ടെത്താതെ എങ്ങനെ ഈ പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോൾ ട്രഷറികളടക്കം ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന വലിയ ചോദ്യം തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ജീവനക്കാർ കടുത്ത അതിർത്തിയിൽ തന്നെയാണ്. ശമ്പളം ഇന്ന് 6-ാം തീയതിയായി. 6-ാം തീയതിയായിട്ട് പോലും ശമ്പളം മുഴുവനായി ലഭിക്കാത്ത സാഹചര്യവും മുഴുവനായി ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇതൊക്കെ സാധാരണ ജീവനക്കാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന കാര്യം തന്നെയാണ്. പെൻഷൻ പോലും പിൻവലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുകയാണ്. നിത, രജീഷ, കഴിഞ്ഞ ദിവസം ധനമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അടുത്ത ദിവസങ്ങൾ തന്നെ ഇത് പരിഹാരമാകും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് അന്ന് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നിട്ടും ഇപ്പോഴും മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ശമ്പളമോ ലഭിക്കുന്നില്ല. കിട്ടിയ ശമ്പളം ലഭിച്ചവർക്കാണെങ്കിൽ കൃത്യമായൊരു നിയന്ത്രണം അവർ ഏർപ്പെടുത്തി. ഇനി ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ സർക്കാർ ജീവനക്കാർ പോയി തുടങ്ങിയിട്ടുണ്ടോ?
കഴിഞ്ഞ ദിവസമൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലും ട്രഷറിക്ക് മുമ്പിലുമൊക്കെ ജീവനക്കാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അത് ഇന്നലെ അവസാനിപ്പിച്ചെങ്കിലും ഇപ്പോഴുള്ള പ്രതിസന്ധി വരും ദിവസങ്ങളിൽ പരിഹരിക്കുമെന്ന് ഉള്ള ധനമന്ത്രിയുടെ വാക്കിൻ്റെ പുറത്തും ആ ഒരു വാക്കും അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ പരിഹരിക്കുമെന്ന ഒരു വിശ്വാസത്തിന് പുറത്തുമായിരുന്നു ആ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ചത്. പക്ഷേ ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ വീണ്ടും ഒരു പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് ഒന്നിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കാരണം കൃത്യമായ ശമ്പളം ലഭിക്കുന്ന ഒരു സാഹചര്യം അത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. 6-ാം തീയതിയായിട്ട് പോലും ഇത്തരത്തിൽ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. നമുക്കറിയാം, പണ്ട് നമ്മൾ KSRTC ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിയെക്കുറിച്ചായിരുന്നു സംസാരിക്കുന്നത് മുഴുവൻ. കാരണം അവർക്ക് 15-ാം തീയതി ആയിട്ട് പോലും ശമ്പളം ലഭിക്കില്ല എന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ കൂടിയും മറ്റ് സർക്കാർ ജീവനക്കാർക്കൊക്കെ കൃത്യമായി ശമ്പളം ലഭിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മറ്റ് സർക്കാർ ജീവനക്കാർക്ക് പോലും കൃത്യമായി ശമ്പളം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുതമായി തുടരുകയാണ്. 6-ാം തീയതിയായിട്ട് പോലും ജീവനക്കാർക്ക് ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും സുപ്രീം കോടതി വിധിയിൽ ആണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ മുഴുവനുള്ളത്. അത് എതിരായാൽ എങ്ങനെയായിരിക്കും ഇനി ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പോഴുള്ള ഈ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട 26,000 കോടി രൂപ കടമെടുക്കാനുള്ള ഈ ഒരു ഹർജി അത് സുപ്രീം കോടതി തള്ളുകയാണെങ്കിൽ ഇപ്പോഴുള്ള പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി തന്നെ തുടരാനാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അതേപോലെ തുടരാനും കൂടുതൽ മറ്റേതെങ്കിലും വഴിയിൽ പണം കണ്ടെത്താനുള്ള ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതി ഈ ഒരു ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ ഒരു ഇളവ് വരികയും വരുത്താനുള്ള നിർദ്ദേശം കേന്ദ്രത്തിന് നൽകുകയോ അല്ലെങ്കിൽ 26,000 കോടി രൂപ ഇടക്കാല ഹർജിയിലൂടെ കടമെടുക്കാനുള്ള ഒരു അനുവാദം സംസ്ഥാന സർക്കാരിന് നൽകുകയോ ചെയ്താൽ മാത്രമേ ഇപ്പോഴുള്ള ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. എന്തായാലും ആ ഒരു പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രജീഷ്, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളത് അത്ര കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് KSRTC ജീവനക്കാർക്ക് കാലങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ല, പ്രതിഷേധം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മറ്റ് ജീവനക്കാർക്ക്, സർക്കാരിൻ്റെ മറ്റ് വിഭാഗത്തിലുള്ള ജീവനക്കാർക്കൊക്കെ ശമ്പളം ലഭിക്കുന്നില്ല പറയുമ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാവാനുള്ളൊരു സാഹചര്യം? ഇത് സർക്കാരിന് പൈസ ഇല്ല എന്ന് തന്നെയാണ് കൃത്യമായി എപ്പോഴും പറയുന്നത്. അതുതന്നെയാണോ ഇപ്പോഴത്തെ ഈ വലിയ പ്രതിസന്ധിക്ക് കാരണവും? ഇത് സാമ്പത്തികപരമായി കുറേ നാളായി സംസ്ഥാന സർക്കാർ ഞെരുക്കത്തിൽ തന്നെയാണ്. ആ വാർത്തകളൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്താണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും അതോടൊപ്പം തന്നെ മറ്റു പലതിനും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതും ഇതൊക്കെ ഈ ഒരു കാലങ്ങളായി നടന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ എത്തിയത്. അതോടൊപ്പം തന്നെ കിഫ്ബിയിൽ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി ലോൺ എടുത്ത് പല വികസന പ്രവർത്തനങ്ങളും, റോഡ് നവീകരണവും അതോടൊപ്പം കെട്ടിട നിർമ്മാണം അടക്കമുള്ള പല വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ സംസ്ഥാന ബജറ്റിന് പുറത്തുള്ള കണക്കാക്കിയായിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതാണെന്ന് വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം ഇപ്പോൾ പോയിരിക്കുന്നത്. ആ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ പിടിച്ചു മുറുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പല വഴിയിൽ സംസ്ഥാന സർക്കാർ ഈ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും വലിയ തുക ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ഇപ്പോഴുള്ള വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാനുള്ള കാരണം ഈ ബജറ്റിന് പുറത്തായി കണക്കാക്കുന്ന കിഫ്ബിയിലെ തുകകൾ, കിഫ്ബി വഴി കടമെടുത്ത തുകകൾ മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിലെ ഉൾപ്പെടുത്തുകയും അപ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനുള്ള പരിധി കുറയുകയും ചെയ്തു. ശരാശരിയായ അതായത് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങളൊക്കെ കണക്കാക്കിയാണ് ഈ ഒരു കടമെടുപ്പ് പരിധി കേന്ദ്രം കണക്കാക്കുന്നത്. അതിനപ്പുറത്തേക്ക്, അതായത് കടമെടുക്കുന്നതിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് കേരളം കടമെടുക്കുന്ന ഒരു സാഹചര്യം ഈ കിഫ്ബി വഴി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൂട്ടുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ ഒരു കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാനുള്ള കാരണം. അങ്ങനെ നോക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി, പക്ഷേ ആ തുക സംസ്ഥാന സർക്കാർ ബജറ്റിൽ കൂടി ഉൾപ്പെടുത്തുമ്പോഴുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത്. നേരത്തെ കിഫ്ബി ബജറ്റിന് പുറത്താക്കി കണക്കാക്കിക്കൊണ്ടുള്ള കടമെടുത്തുകൊണ്ട് വികസന പ്രവർത്തനം നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ അത് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് കേന്ദ്രം നിലപാട് സ്വീകരിച്ചത് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ശരി രജീഷ്, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഈ 6 ദിവസം പിന്നിട്ടിട്ടും ലഭ്യമായിട്ടില്ല. ഇന്ന് മാർച്ച് 6-ാം തീയതിയായി, ഇതുവരെയും ശമ്പളം കൃത്യമായി ലഭിച്ചിട്ടില്ല. കൃത്യമായി ലഭിച്ചവർക്കാണെങ്കിൽ ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കുന്നതിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് ഇന്ന് സർക്കാർ ജീവനക്കാർ. അതിനിടയിലാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സർക്കാരിനൊരു നിർണായക ദിനം കൂടിയാണ്.
കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെ ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ വി വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജി പരിഗണിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.